ഹബീബായ നബിയുടെ അടുത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വേറെ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ വീട്ടിലേക്ക് മാസാമാസം പണമയക്കുന്നവൻ, തന്റെ മാതാവിനെയും പിതാവിനെയും മടന്നു പോകുന്ന ചെറുപ്പക്കാരെ, നിങ്ങളുടെ കാര്യം വലിയ അപകടമാണ്, ചെറുതല്ല. റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ചെറുപ്പക്കാരൻ കയറി വരികയാണ്. കയറി വന്നുകൊണ്ട് ഹബീബായ നബിയോട് പറഞ്ഞു, നബിയേ, എന്റെ വാപ്പ എന്നോട് വല്ലാതെ പണം ചോദിച്ചെന്നെ ബുദ്ധിമുട്ടിക്കുന്നു യാ റസൂലല്ലാഹ്. ശ്രദ്ധിക്കണം എന്റെ സഹോദര, എന്റെ വാപ്പ എന്നെ വല്ലാതെ പണം ചോദിച്ചു ബുദ്ധിമുട്ടിക്കുന്നു യാ റസൂലല്ലാഹ്. അതുകൊണ്ട് അങ്ങ് ഉപ്പയൊന്ന് വിളിക്കണം, ഉപ്പയൊന്ന് വിളിച്ചിട്ട് ഉപ്പയൊന്ന് ഉപദേശിക്കണം നബിയേ. ഉപ്പയോട് വല്ലാതെ പണം ചോദിക്കരുത് എന്ന് പറയണം യാ റസൂലല്ലാഹ്. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ പിതാവിനോട്. ആ പിതാവ് റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഒരു വടി ഊന്നിപ്പിടിച്ചിട്ട് ഇയാൾക്ക് ശരിക്കും നടക്കാനും കഴിയുന്നില്ല. ഒരു വടി ഊന്നിപ്പിടിച്ച് വളരെ പ്രയാസപ്പെട്ട അയാൾ റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് കയറി വന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടി ഇയാളുടെ മകനും അടുത്തുണ്ട്. റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങൾ മകനോട് വല്ലാതെ പണം ചോദിച്ചു ബുദ്ധിമുട്ടാക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പൊട്ടി കരഞ്ഞു. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, എന്റെ അവസ്ഥ അങ്ങ് കണ്ടില്ലേ യാ റസൂലല്ലാഹ്. എനിക്ക് ശരിക്കും നടക്കാൻ പോലും കഴിയില്ല. എനിക്ക് ആരോഗ്യമുള്ള ഒരു ഘട്ടമുണ്ടായിരുന്നു. അന്ന് ഞാൻ നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിരുന്നു. ഞാൻ അധ്വാനിച്ചു. അന്ന് ഇവൻ ചെറിയ കുഞ്ഞാണ് നബിയേ. എനിക്ക് അധ്വാനിച്ചു കിട്ടുന്ന പണം മുഴുവൻ ഇവന്റെ സുഖത്തിനായി ഞാൻ ചെലവഴിച്ചു യാ റസൂലല്ലാഹ്. ഞാനൊന്നും ബാക്കി വെച്ചില്ല നബിയേ. ഞാനൊന്ന് ബാക്കി വെച്ചിരുന്നുവെങ്കിൽ എന്നിക്കാരെയും ആശ്രയിക്കേണ്ടിയില്ലായിരുന്നു യാ നബിയല്ലാ. ഞാനതെല്ലാം ഇവന്റെ സുഖത്തിന് വേണ്ടി ചെലവഴിച്ചു. അവൻ പറയുന്നതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അവന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ പൂർത്തിയാക്കി. ഒന്നുപോലും ഞാൻ ബാക്കി വെച്ചില്ല നബിയേ. അങ്ങനെ ഞാൻ പാപ്പരനായി വാർദ്ധക്യത്തിലേക്ക് ഞാൻ കടന്നപ്പോൾ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. എന്റെ ആരോഗ്യം മുഴുവൻ ഞാൻ ഇവന് വേണ്ടി ചെലവഴിച്ചു. ഇപ്പോൾ ഇതാ എനിക്ക് പ്രായമായി, ഞാൻ വൃദ്ധനാണ്, എനിക്ക് ആരോഗ്യമില്ല, എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയില്ല യാ റസൂലല്ലാഹ്. ഇവൻ ആരോഗ്യമുണ്ട്, ഇവൻ അധ്വാനിക്കുന്ന നബിയേ. ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ട പണം അവനോട് ചോദിച്ചാൽ അവൻ തരാൻ കൂട്ടാക്കുന്നില്ല നബിയേ എന്ന് പറഞ്ഞ് പിതാവ് പൊട്ടി കരഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണിലൂടെ കണ്ണുനീരൊലിച്ചുപോയി, ധാരധാരയായി ഒഴുകി. റസൂലുള്ളാഹി പറഞ്ഞു, ഈ വാക്ക് കേട്ട എല്ലാ കല്ലും മണ്ണും എന്നോടൊപ്പം കരഞ്ഞുപോയെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരെ, സ്വർഗം വാപ്പയുടെയും ഉമ്മയുടെയും അടുത്താണ്. സ്വർഗം വേണോ വാളുമായി തെരുവിലിറങ്ങണമെന്നല്ല വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. വാപ്പയുടെയും ഉമ്മയുടെയും അടുത്താണ്, പിതാവിന്റെയും മാതാവിന്റെയും അടുത്താണ്. പിതാവിന്റെയും മാതാവും നിങ്ങളോട് എതിർ പറഞ്ഞാലും യുദ്ധത്തിന് വരണമെന്നാര് പറഞ്ഞു? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലൊരു സഹാബി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, നബിയേ, ഞാൻ യുദ്ധത്തിന് വരട്ടെയോ? റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഉണ്ട്. ഫഫീഹിമാ ഫജാഹിദ്. നിന്റെ ജിഹാദ് നിന്റെ മാതാപിതാക്കളുടെ വിഷയത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ചെറുപ്പക്കാർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട, അവർക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള, അവരുടെ വളരെ പ്രധാനപ്പെട്ടവർ നിർവഹിക്കേണ്ട ഒരു ധർമ്മമാണ് മാതാപിതാക്കളോടുള്ള അവരുടെ പെരുമാറ്റവും മാതാപിതാക്കളോടുള്ള കടപ്പാടും. അത് കർമ്മമാണ് നിർവഹിക്കേണ്ടത്. അവരോടുണ്ടാകേണ്ട ബന്ധം അതവരുടെ ധർമ്മത്തിന്റെ കൂട്ടത്തിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോടുള്ള കടപ്പാട് നിറവേറ്റിയവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. ഇതാണ് മൂന്നാമതായി അവർ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പിന്നെയോ ശ്രദ്ധിച്ചോളൂ, ഞാൻ സമയം പരിമിതമായതുകൊണ്ട് വിഷയം വളരെ ചുരുക്കി പറഞ്ഞു പോവുകയാണ്. പിന്നീട് യുവതക്കുള്ള ധർമ്മം അല്ലെങ്കിൽ കടപ്പാട് ആരോടാണ്? അവർക്ക് പിന്നീട് കടപ്പാടുള്ളത് പൊതുസമൂഹത്തോടാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പൊതുസമൂഹത്തോട് കടപ്പാടുണ്ട്.